ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് ആണിത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 7th സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. ഇത് എക്കണോമിക്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവൻ കാണട്ടോ. അതുപോലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഇന്നലെ ഞാൻ ബേസിക് സയൻസിലെ 2 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് പോയി കാണണേ. അപ്പോൾ 10ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. ബജറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ നികുതികളെ പറ്റിയും വിവിധതരം നികുതികളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. വിട്ടുകളയാതെ ക്ലാസ് മുഴുവൻ കാണട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കുടുംബ ചെലവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് എന്ത്? കുടുംബ ചെലവ്. കുടുംബത്തിലെ എല്ലാ ചെലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുടുംബ ചെലവിനെ പ്രതീക്ഷിത ചെലവ് എന്നും അതുപോലെ അപ്രതീക്ഷിത ചെലവ് എന്നും 2 തിരിച്ചിട്ടുണ്ട്. എന്താണ് പ്രതീക്ഷിത ചെലവ്? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. പ്രതിമാസം, പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കാവുന്നതാണ്. ഉദാഹരണം ആഹാരം, വൈദ്യുതി ബിൽ തുടങ്ങിയവയൊക്കെ. അപ്പോൾ എന്താണ് പ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. എന്താണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ആഹാരത്തിനും അതുപോലെ വൈദ്യുതി ബിൽ അതുപോലെ തുടങ്ങിയവയൊക്കെയാണ് ഇതിന് ഉദാഹരണം. അതുപോലെ എന്താണ് അപ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞാൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായിട്ടും ഉണ്ടാകുന്നതുമായ ചെലവുകളാണ് എന്ത്? അപ്രതീക്ഷിത ചെലവുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രകൃതിക്ഷോഭം അതുപോലെ രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ എന്താണ്? അപ്രതീക്ഷിത ചെലവിലാണ് വരുന്നത്. അപ്പോൾ കുടുംബ ചെലവിനെ പ്രതീക്ഷിത ചെലവെന്നും അപ്രതീക്ഷിത ചെലവെന്നും 2 തിരിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണെന്ത്? പ്രതീക്ഷിത ചെലവ്. എന്നാൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായിട്ട് ഉണ്ടാകുന്നതുമായ ചെലവുകളാണെന്ത്? അപ്രതീക്ഷിത ചെലവുകൾ. അടുത്തതാണ് കുടുംബ ബജറ്റ്. നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കാവുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിന്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും അതുപോലെ ക്ഷേമവും കൈവരിക്കാൻ കഴിയും. അപ്പോൾ എന്താണ് കുടുംബ ബജറ്റ്? നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണെന്ത്? കുടുംബ ബജറ്റ്. നമ്മുടെ കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വൈദ്യുതി നിരക്ക് വർധനവ്, അതുപോലെ പാചകവാതകത്തിന്റെ വില വർധനവ്, പിന്നെ ഭക്ഷ്യസാധനങ്ങളുടെ വില വർധനവ്, പിന്നെന്താണ് രോഗങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ. ഇതൊക്കെ എന്താണ്? നമ്മുടെ കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ. ഇനി കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പ്രാദേശികമായിട്ട് ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുക, ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുക, പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രവും പരമാവധി പ്രയോജനപ്പെടുത്തുക, അതുപോലെ വൈദ്യുതി ഉപയോഗവും പാചകവാതകത്തിന്റെ ഉപയോഗമൊക്കെ നിയന്ത്രിക്കുക. ഇതൊക്കെ എന്താണ്? കുടുംബ ചെലവ് നമുക്ക് കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കുടുംബ ചെലവിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൊതുചെലവ്. പൊതുചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സർക്കാരിനുണ്ടാവുന്ന ചെലവുകളാണ് അല്ലേ. ഇവിടെ കുറച്ച് ന്യൂസ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്, അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു, സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു, ജൽജീവൻ മിഷൻ പദ്ധതി, കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട്. നമ്മുടെ പൊതുചെലവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസ് ലൈൻസ് ആണിത്. സർക്കാരിന് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇവ കൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സർക്കാർ ധനം ചെലവഴിക്കുന്നത്? ശമ്പളം, ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ, പലിശ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, പ്രതിരോധ ചെലവുകൾ, മറ്റുള്ള കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? സർക്കാർ ധനം ചെലവഴിക്കുന്ന മറ്റു മേഖലകളാണ്. വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവുകൾ. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനനുസരിച്ച് പൊതുചെലവുകളും വർദ്ധിക്കും. അപ്പോൾ വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവുകൾ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനനുസരിച്ച് പൊതുചെലവുകളും വർദ്ധിക്കും.
ഇനി പൊതു ചെലവുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും. എന്താണ് വികസന ചെലവുകൾ? രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നു. ഇവ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പത്ത് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? വികസന ചെലവുകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെയാണ് എന്ത് വികസന ചെലവുകൾ എന്ന് പറയുന്നത്. നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളാണ് വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നത്. ഇവ രാജ്യത്തിൻ്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വികസന ചെലവുകളെ ഉൽപാദന ചെലവുകളെന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണെന്ത് വികസന ചെലവുകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ എന്താണ് ഇവ ഉൽപാദന ചെലവുകൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. റോഡ് നിർമ്മാണം, അതുപോലെ പാലം, തുറമുഖം എന്നിവയുടെയൊക്കെ നിർമ്മാണം, അതുപോലെ പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളെയാണെന്ത് വികസന ചെലവുകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ വികസന ചെലവുകളുടെ മറ്റൊരു പേരെന്താണ്? ഉൽപാദന ചെലവുകൾ. ഇനി വികസനേതര ചെലവുകൾ എന്താണ്? രാജ്യ താൽപര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായിട്ട് സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണെന്ത് വികസനേതര ചെലവുകൾ. അതായത് ഏതൊക്കെയാണ്? പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ എന്താണ് വികസനേതര ചെലവുകളാണ് കേട്ടോ. അപ്പോൾ രാജ്യ താൽപര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായിട്ട് സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണെന്ത് വികസനേതര ചെലവുകൾ. ഏതൊക്കെയാണത്? പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയൊക്കെ എന്താണ് വികസനേതര ചെലവുകളാണ്. അപ്പോൾ രണ്ട് ടേമുകൾ പഠിച്ചില്ലേ? വികസന ചെലവുകളും വികസനേതര ചെലവുകളും. ഇനി നമ്മുടെ 2018, 19 മുതൽ അതുപോലെ 2022, 23 വരെയുള്ള പൊതു ചെലവിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഓരോ വർഷവും പൊതുചെലവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതാണല്ലേ ചെയ്യുന്നത്. ഈ പൊതുചെലവ് കൂടാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ രാജ്യത്ത് വികസനവും വർദ്ധിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ വർഷവും എന്താണ് പൊതുചെലവ് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. 2018 മുതൽ 2023 വരെയുള്ള ഒരു പൊതുചെലവിൻ്റെ കണക്കിൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ടേമാണ് പൊതുവരുമാനം. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. ഇത് സർക്കാരിന്റെ ബജറ്റിന്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണെന്ത് പൊതുവരുമാനം. ഇത് സർക്കാരിന്റെ ബജറ്റിന്റെ ഒരു പ്രധാന ഘടകമാണ്. എന്തൊക്കെയാണ് സ്രോതസ്സുകൾ നോക്കാം. പൊതുവരുമാനം ലഭിക്കുന്നത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം. ഈ രണ്ട് വരുമാനമാണ്. നികുതി വരുമാനം എന്താണ്? നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം. എന്തൊക്കെ നികുതികളാണ്? നമുക്ക് പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട് അല്ലേ. എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് നോക്കാം. നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, കെട്ടിട നികുതി എന്നിവയൊക്കെ എന്താണ് പ്രത്യക്ഷ നികുതിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണിത് പ്രത്യക്ഷ നികുതി. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു. പിന്നെ ആദായ നികുതിയും കെട്ടിട നികുതിയും ഒക്കെ എന്താണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. അടുത്തത് എന്താണ്? പരോക്ഷ നികുതി. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. അതായത് വിൽപ്പന നികുതി, അതുപോലെ വിനോദ നികുതി എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പം എന്താണ് പരോക്ഷ നികുതി? ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. ഇതാണെന്ത് പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ. വിൽപ്പന നികുതിയും വിനോദ നികുതിയും ഒക്കെ എന്താണ് പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ആദായ നികുതിയും കെട്ടിട നികുതിയും. പരോക്ഷ നികുതിയോ വിൽപ്പന നികുതി, അതുപോലെ വിനോദ നികുതിയൊക്കെ എന്താണ് പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ? നികുതിയിലൂടെ അല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണിത് നികുതിയേതര വരുമാനം. ഏതൊക്കെയാണ്? ഫീസായിട്ടും പേ ആയിട്ടും ഗ്രാൻറ്റ്, ലാഭം, പലിശ, ഇതൊക്കെ എന്താണ് നികുതിയേതര വരുമാനമാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഫീസ്, പിഴ, ഗ്രാൻറ്റ്, ലാഭം, പലിശ.
ഇതൊക്കെ എന്താണ്? നികുതിയേതര വരുമാനമാണ്. അപ്പോൾ പൊതുവരുമാനം നികുതി വരുമാനത്തിലൂടെയും നികുതിയേതര വരുമാനത്തിലൂടെയാണ് പൊതുവരുമാനം ലഭിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും നികുതി വരുമാനത്തിൽ പെടുന്നതാണ്. നികുതിയേതര വരുമാനം എന്താണ്? ഫീസ്, പിഴ, ഗ്രാൻഡ്, ലാഭം, പലിശ ഇതൊക്കെയാണ് നികുതിയേതര വരുമാനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ഇനി നമുക്ക് നികുതി എന്താണെന്ന് നോക്കാം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് എന്ത്? നികുതി. ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഒക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു. പിന്നെന്താണ്? ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് GST. എന്താണ് GST നോക്കാം. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണെന്ത്? ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതാണ്? ഭരണഘടനയിലെ ഭാഗം 101 ഭേദഗതി പ്രകാരം, ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. അപ്പോൾ ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതിയാണ് കേട്ടോ. ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണെന്ത്? ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST. ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ്താവന രീതിയിൽ ഇതൊക്കെ ചോദിക്കാം. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന നികുതിയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അപ്പം എന്താണ് നിബന്ധനയായിട്ട് പറയുന്നത്? ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. നിലവിൽ 0%, 5%, 12%, 18%, 28% ഇങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിലവിൽ 0%, അതുപോലെ 5%, 12%, 18%, 28% എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് എന്ത്? ഉപഭോക്താവ് GST നൽകേണ്ടത്. ഈ ഒരു പെർസെൻറ്റേജിന് കണക്ക് എപ്പോഴും ചോദിക്കാറില്ല കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇത് നോട്ട് ചെയ്യട്ടോ. ഏതൊക്കെയാണ്? 0, 5, 12, 18, 28. ഇത്തരത്തിൽ ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കുകളിലെ നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരാവുന്നതാണ്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത്തരത്തിൽ എന്താണ്? ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്കും അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാലാനുസൃതമായിട്ട് GST നിരക്കിൽ മാറ്റം വരാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ഭേദഗതി ഏതായിരുന്നു? 101 ഭേദഗതിയാണ്. ഡേറ്റ് 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ഏതൊക്കെയായിരുന്നു പെർസെൻറ്റേജ്? 0, 5, 12, 18, 28. ഇനി നമുക്ക് ബജറ്റ് എന്താണെന്ന് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണിത് കേന്ദ്ര ബജറ്റ്. അപ്പോൾ എന്താ ബജറ്റ് പറഞ്ഞിട്ടുള്ള? ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ധനരേഖയാണിത് ബജറ്റ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ കേട്ടോ. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണെന്ത് കേന്ദ്ര ബജറ്റ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നോട്ട് ചെയ്യട്ടോ. ഇനി ബജറ്റ് പലതരണ്ട്. വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റുകൾ എന്താണ്? 3 ആയിട്ട് തിരിക്കാന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, അതുപോലെ കമ്മി ബജറ്റ്. 3 മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. അപ്പം എന്താണ് മിച്ച ബജറ്റ്? വരവ് കൂടുതലും ചെലവ് കുറവുള്ള ബജറ്റാണ് എന്ത്? മിച്ച ബജറ്റ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് അല്ലേ? കുറച്ച് മിച്ചം വെക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. വരവ് കൂടുതലും ചെലവ് കുറവുള്ളതാണ് മിച്ച ബജറ്റ്. പിന്നെ എന്താണ് സന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവും ചെലവും തുല്യമായിട്ടുള്ളതാണ് ഇത് സന്തുലിത ബജറ്റ്. ഇനി കമ്മി ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് കുറവും ചെലവ് കൂടുതലും.
അപ്പോൾ എന്തൊക്കെയാണ് മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് കൂടുതലും ചെലവ് കുറവുമാണ്. എന്താണ് സന്തുലിത ബജറ്റ്? വരവും ചെലവും തുല്യമായിട്ടുള്ളതാണ്. കമ്മി ബജറ്റ് വരവ് കുറവും ചെലവ് കൂടുതലുള്ളതാണ് എന്ത്? കമ്മി ബജറ്റ്. ഇനി ബജറ്റിൻ്റെ ഉത്ഭവം എന്താണ്? ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. എന്താണ്? ഫ്രഞ്ച് വാക്കാട്ടോ. ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യ അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന RK ഷൺമുഖം ഷെട്ടിയാണ്. അപ്പം എന്താണ്? 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യ അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്ക് ആദ്യമായിട്ട് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ധനകാര്യമന്ത്രിയായിരുന്ന RK ഷൺമുഖം ഷെട്ടി ആട്ടോ. RK ഷൺമുഖം ഷെട്ടി. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. എന്താണ് ഈ ബോഗറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താണ്? സഞ്ചി എന്താണ് അർത്ഥം. സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണിത് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യ അവതരണം നടന്നത്. നമ്മുടെ കേന്ദ്ര ബജറ്റ് ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? RK ഷൺമുഖം ചെട്ടി. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പൊതുകടം അല്ലെങ്കിൽ പബ്ലിക് ഡെബ്റ്റ്. എന്താണ്? വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെന്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണിത് പൊതുകടം. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും സർക്കാർ വായ്പകൾ വാങ്ങാറുണ്ട്. ഇവ എന്താണ്? രാജ്യത്തിനകത്തു നിന്നുള്ളത് ആഭ്യന്തര കടമെന്നും രാജ്യത്തിന് പുറത്തുള്ളത് വിദേശ കടമെന്നും അറിയപ്പെടുന്നു. അപ്പം എന്താണ് ആഭ്യന്തര കടം എന്ന് കൊടുത്തിട്ടുണ്ട്? രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. അടുത്തത് വിദേശ കടം. എന്താണ്? വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. അതായത് എന്താണ്? വിദേശ ഗവൺമെന്റുകളിലെ വിദേശ രാജ്യങ്ങളുടെ ഗവൺമെന്റുകളിൽ നിന്നും അതുപോലെ വേൾഡ് ബാങ്ക് മറ്റെന്താണ് ഇന്റർനാഷണൽ ഫണ്ട് ഇതിന്നൊക്കെ എന്താണ് എടുക്കുന്ന വായ്പകളാണ് വിദേശ കടം എന്ന് പറയുന്നത്. ഇത്തരം വായ്പകളുടെ ഉൽപാദനക്ഷമമായ ഉപയോഗം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായകമാകുന്നു. എന്താ പറഞ്ഞത്? ഇത്തരം വായ്പകളിലൂടെ ഉൽപാദനക്ഷമമായ ഉപയോഗം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായകമാകുന്നു. ഇനി എന്താണ് ധനനയം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിസ്ക്കൽ പോളിസി എന്താണ്? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ഇത്. അപ്പം എന്താണ് ധനനയം എന്ന് പറഞ്ഞാൽ? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിങ്ങനെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണിത് ധനനയം. എന്തൊക്കെയാണ്? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ് കേട്ടോ. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത്. ഇനി എന്തൊക്കെയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഇപ്പൊ ഇത് നോട്ട് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ പ്രസ്താവന രീതിയിൽ ചോദിക്കും. എന്തൊക്കെയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നവാന്ന് ചോദിക്കും. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഇനി സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനം, രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി വികസന ക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായകമാകുന്നു. അപ്പോൾ ബജറ്റ് തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് പറഞ്ഞത്. സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ സംസ്ഥാനം, രാജ്യം എന്നിവയൊക്കെ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി എന്താണ് വികസന ക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുപോലെ സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം.
ആദ്യം തന്നെ നമ്മൾ നോക്കിയത് കുടുംബ ചെലവും അതുപോലെ കുടുംബ ബജറ്റിനെ കുറിച്ചാണ് അല്ലേ. എന്തൊക്കെയാണ് കുടുംബ ചെലവ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത്? പ്രതീക്ഷിത ചെലവും അതുപോലെ അപ്രതീക്ഷിത ചെലവിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പൊതു ചെലവിനെ കുറിച്ചാണ് പഠിച്ചത്. പൊതു ചെലവ് പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വികസന ചെലവുകളുണ്ട്, അതുപോലെ വികസനേതര ചെലവുകളെന്ന് പറഞ്ഞു. ഇനി വികസന ചെലവുകൾ നമ്മൾ മറ്റൊരു പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഉൽപാദന ചെലവുകൾ എന്നും വികസന ചെലവുകൾക്ക് പറയാം. പിന്നെ നമ്മൾ പൊതു വരുമാനത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. പൊതുവരുമാനം എന്താണ്? നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്. നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നികുതിയിലൂടെ ലഭിക്കുന്നതാണെന്ന് നമുക്കറിയാം. എന്തൊക്കെ നികുതികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്? പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. പിന്നെ പ്രത്യക്ഷ നികുതി എന്താണ്? പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കെട്ടിട നികുതിയും അതുപോലെ എന്താണ് ആദായ നികുതിയും ഒക്കെ എന്താണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം. ഇനി വിൽപ്പന നികുതിയും വിനോദ നികുതിയൊക്കെയാണ് പരോക്ഷ നികുതിക്ക് ഉദാഹരണം. ഇനി നികുതി അല്ലാതെ നമുക്ക് ഫീസായിട്ടും അതുപോലെ ലാഭം, പലിശ ഇതിലൂടെയൊക്കെ ലഭിക്കുന്ന നികുതികളാണെന്ത്? നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? പിന്നെ നമ്മൾ GST കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. GST എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇതെന്താണ്? രാജ്യത്ത് ഒറ്റ നികുതി എന്നൊരു സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടി ഏതാണ് ഭേദഗതി പറഞ്ഞത്? 101-ാം ഭേദഗതിയിലൂടെ നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ് GST എന്ന് പറഞ്ഞാൽ അല്ലേ. എന്നാണ്? 2017 ജൂലൈ 1-നാണ് അല്ലേ. നിലവിൽ നമ്മുടെ രാജ്യത്ത് അടച്ചുകൊണ്ടിരിക്കുന്ന GST നിരക്ക് ഏതൊക്കെയാണ്? 0% ഉണ്ട് അല്ലേ, അതുപോലെ 5%, 12%, 18%, 28%. പിന്നെ എന്താണ് പഠിച്ചത്? ബജറ്റ് തന്നെ 3 തരം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ. മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, അതുപോലെ കമ്മി ബജറ്റ്. എന്തായിരുന്നു മിച്ച ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വരവ് കൂടുതലും ചെലവ് കുറവുകളാണ് മിച്ച ബജറ്റ്. പിന്നെ സന്തുലിത ബജറ്റോ? വരവും ചെലവും ഏകദേശം തുല്യമായിട്ടുള്ള ബജറ്റാണ് സന്തുലിത ബജറ്റ്. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? കമ്മി ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവ് കൂടുതലും അതുപോലെ വരുമാനം കുറവുള്ളതാണ് കമ്മി ബജറ്റ്. പിന്നെ നമ്മൾ ബജറ്റിന്റെ ഉത്ഭവമാണല്ലോ പറഞ്ഞത്. ഫ്രഞ്ച് വാക്കായ ബോഗറ്റ് എന്ന വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിന്റെ ഉത്ഭവം. സഞ്ചി എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു. പിന്നെ 11-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത്. പിന്നെന്താണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ ധനമന്ത്രിയായിട്ടുള്ള RK ഷൺമുഖം ചെട്ടിയായിരുന്നു. പിന്നെ എന്താണ് പഠിച്ചത്? പൊതുകടം എന്താണ് പഠിച്ചില്ലേ. പൊതുകടം 2 വിധം നമ്മൾ പഠിച്ചു. ആഭ്യന്തര കടവും അതുപോലെ എന്താണ് വിദേശ കടവും ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ധനനയത്തെ പഠിച്ചില്ലേ. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളും നോക്കി. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് പഠിക്കട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് ചെയ്യണമെങ്കിൽ, നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പഠിച്ചതെന്നുള്ളതിന് ഒരു വ്യക്തത വരും. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക, എന്നിട്ട് റിവൈസ് ചെയ്ത് പഠിക്കട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.